ഇതിനകത്ത് ഇൻസ്റ്റയിലാണെങ്കിൽ ഒക്കെ നമ്മുടെ സ്റ്റാറ്റസിൽ കൊണ്ടുവന്നിട്ട് എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 300 രൂപ 250 രൂപ മുടക്കി കണ്ടോ. അത്രക്ക് ദാരിദ്ര്യങ്ങളൊന്നും ഈ നാട്ടിലില്ല. അതിൻ്റെ അകത്ത് ഏത് രീതിയിലുള്ള കണ്ടന്റുകളാണ് ഇടുന്നത്? ഞാൻ ചെയ്യുന്ന വർക്കുകൾ. എന്ത് വർക്കുകൾ? ഞാൻ ന്യൂഡ് ആർട്ട് ഞാൻ പറഞ്ഞില്ലേ, സെമി ന്യൂഡ്, സെമി ന്യൂഡ്, ഫുൾ ന്യൂഡ്, അത് ചെയ്യുന്ന വർക്കുകളുടെ ആസ്പദമായിട്ടുള്ള കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യുന്നു. അത് കൊള്ളാം, വെരി നൈസ്. ഇപ്പൊ അതിൻ്റെ അകത്ത് പറയുന്ന ഹോട്ട് എക്സ്ക്ലൂസീവ് ആണ് വരുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് അങ്ങനെ? 500, 3000, 4000, 10000 ഒക്കെ കൊടുത്തൊരു സബ്സ്ക്രിപ്ഷൻ എടുത്ത് കാണാം, എന്നിട്ട് പറഞ്ഞാ പോരെ. കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ എന്ന് വെച്ച് ഇവിടെ കൊണ്ടുവന്ന കാണാത്ത ഒന്ന് എന്നെ കാണിക്കണം. അല്ല, അത് എന്താണെന്ന്. എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഗൗരിയുടേത് ഫുള്ളിനോട് കാണണമെന്നുണ്ടെങ്കിൽ ഫുള്ളിനോട് കാണാം, ഇരുന്നും കിടന്നും കാണാം, ഇടത് ഫുള്ളിനോട് കാണണമെന്നുണ്ടെങ്കിൽ ഫുള്ളിനോട് കാണാം, സെമിനോട് കാണണമെന്നുണ്ടവർക്ക് സെമിനോട് കാണാം. ഇത്രയും ഭയങ്കരികളായ പെണ്ണുങ്ങളുണ്ടെന്നുള്ള വിവരം ഞാൻ ഇപ്പോഴാട്ടോ അറിയണത്. ലെസ്ബിയൻ ഫോട്ടോഷൂട്ട് ഒരുപാട് എടുത്തിട്ടുണ്ട്. ഇപ്പൊ രശ്മിയുടെ കൂടെ എടുത്തിട്ടുണ്ട്, കാമോഹിനിയുടെ കൂടെ എടുത്തിട്ടുണ്ട്. അത് ജോറായി. ഇപ്പൊ ഇങ്ങനൊരു ഇതൊക്കെ ചെയ്യുമ്പോഴത്തേനും അവളൊരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? കാരണം അവരായിട്ടുള്ള കിടക്കാച്ചി. നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾ ഈ പണിക്ക് പോവോ? ഇതൊരു അസാമാന്യ പ്രതിഭയാണ് ഈ വന്നിരിക്കുന്നത്. ഈ രശ്മിയുടെ കൂടെ വർക്ക് ചെയ്തപ്പോ എന്തെങ്കിലും സജഷനോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? അവരൊരു തീം ബേസ് ആയിട്ടാണ് ചെയ്തിരുന്നത്. അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി വീഡിയോസിൽ നല്ല എക്സ്പോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും വേണമെങ്കിൽ ഇതിനേക്കാൾ സുന്ദരായത് കാണാം. ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോഴത്തേനും ആൾക്കാർ ഈ ഒളിഞ്ഞു നോട്ട സ്വഭാവമൊക്കെ ഉള്ളതാണല്ലോ. ഒളിഞ്ഞു നോട്ടം നമ്മുടെ മലയാളികളുടെ ആയാലും പുറത്തുള്ള ആൾക്കാരിലും അത് സ്വാഭാവികമാണ്, അതൊരിക്കലും മാറില്ല. എന്തൊരു സാക്ഷര കേരളം. ഒളിഞ്ഞു നോട്ടം എന്ന് പറയുന്നത് നമ്മൾ പോകുന്നിടത്തു നമ്മുടെ ഫോട്ടോ കാണാൻ വേണ്ടിയിട്ട് ഒളിഞ്ഞു നോക്കുന്നു എന്നുള്ളത് ഞാൻ ഒരിക്കലും ഒരാളെ മോശമായിട്ട് പറയില്ല. ഇത്രയും സ്മാർട്ട് ആയ മോഡേൺ സർവൻസിനെയാണ് നമ്മുടെ സൊസൈറ്റിക്ക് ആവശ്യം. ഈ നിമിഷം മുതൽ നാം കോ വർക്കേഴ്സ് ആണ്. കുട്ടിക്ക് എത്ര കാലം വേണമെങ്കിലും ഇവിടെ വർക്ക് ചെയ്യാം. എന്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഏത് നിമിഷവും പ്രതീക്ഷിക്കാം. പിങ്ക് കണ്ടു, ബ്ലൂ കണ്ടു എന്നൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ, അതെന്താണ് അങ്ങനെ ഒരു ഉദ്ദേശം പറഞ്ഞത്? ചേടാ, ഇവർക്ക് കാര്യം പറഞ്ഞിട്ട് മനസ്സിലാകത്തില്ലെന്ന് വെച്ചാ. പിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിലിട്ടേക്കുന്ന ബ്രാ, എല്ലാം കാണിച്ചു വച്ചതും പോരാ, ഇനി അത് പബ്ലിക്കായിട്ട് തുറന്നു പറയുന്ന. അല്ലെങ്കിൽ ഗൗരിയുടെ പാന്റീസ് കണ്ടു. ഇത്രയും വില കുറഞ്ഞ ജെട്ടികളാണോ മിസ്റ്റർ ജീവൻ ഉപയോഗിക്കുന്നത്? ചിലപ്പം ഒരു കളേഴ്സ് കാണാം. ബ്രായുടെ വള്ളി കണ്ടു, അത് പിങ്ക് ബ്ലൂ അത് കാണിച്ചു എന്നുള്ളതിൽ വെച്ചിട്ട് കണ്ടു, അറ്റവും മൂലം വെച്ചിട്ട്. അപ്പൊ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇതേ മോഡേൺ സ്റ്റൈലാ, ദാറ്റ് മീൻസ് വെസ്റ്റേൺ സ്റ്റൈൽ. അതെയോ? നമ്മളുടെ മാറിടവും മറ്റു സ്വകാര്യ ഭാഗങ്ങളും കാണിച്ച് വൈറലാകുന്നു അമ്മച്ചിയുടെ ഇറച്ചി കച്ചവടം. എല്ലാവരും അങ്ങനെയല്ലേ? പൊതുവെ എല്ലാവരും മാറിടങ്ങളും വയറും കുണ്ടിയും ഒക്കെ കാണിച്ച് എല്ലാവരും ജീവിക്കണം. അപ്പൊ ഞാൻ എന്റേതായ രീതിയിൽ ഞാനും നോക്കട്ടെ. പണத்துக்கு டைட் வரும்போது பிளவுஸ் லூசா தாகணும், அல்லாம டைட்டா ஆகக்கூடாது.